നമസ്കാരം. വെള്ളി നക്ഷത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളി നക്ഷത്രം ചർച്ച ചെയ്യാൻ പോകുന്നത് നിവിൻ പോളി നായകനായി എത്തിയ ഏറ്റവും പുതിയ വെബ് സീരീസ് ആയ ഫാർമയുടെ വിശേഷത്തിലേക്കാണ്. കഴിഞ്ഞ കുറെ നാളായി അഭിനയ രംഗത്ത് നിന്നും മാറി നിന്ന നിവിൻ പോളി നായകനായി എത്തുന്നു എന്നത് തന്നെയാണ് ഫാർമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 8 എപ്പിസോഡുകളുള്ള മെഡിക്കൽ രംഗത്തെ പൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് ഫാർമ. ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ഫാർമ കേവലം ഒരു വെബ് സീരീസ് മാത്രമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ ഒരു വലിയ മാഫിയക്കെതിരെയുള്ള ശബ്ദമുയർത്തൽ കൂടിയാണ്. മനുഷ്യർ നിരുപാധികം വിശ്വസിക്കുന്നതും അഭയം പ്രാപിക്കുന്നതുമായ ഇടമാണ് ആരോഗ്യരംഗം. എന്നാൽ ആ വിശ്വാസത്തെയും നിസ്സഹായാവസ്ഥയും ചൂഷണം ചെയ്ത് കോടികൾ കൊയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ അണിയറ രഹസ്യങ്ങളിലേക്കാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഫാർമ എന്ന വെബ് സീരീസ് കഥ തിരിക്കുന്നത്. ലാഭക്കൊതിക്കായി മനുഷ്യജീവൻ പണയപ്പെടുത്തി പന്താടുന്ന മരുന്ന് മാഫിയകളുടെ ക്രൂരവും ഭയപ്പെടുത്തുന്നതുമായ മുഖം ഈ സീരീസ് അനാവരണം ചെയ്യുന്നു. നാം കഴിക്കുന്ന ഓരോ മരുന്നിനും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കറുത്ത സത്യങ്ങളെയും വിപണന തന്ത്രങ്ങളെയും കുറിച്ചുമുള്ള ഗൗരവകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വെബ് സീരീസ്. ഏതു മനുഷ്യനും സ്വന്തം ജീവിതവുമായി ചേർത്ത് പിടിക്കാവുന്ന ഒരു പ്രമേയം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ആശുപത്രി സന്ദർശിക്കാത്തവരോ മരുന്ന് കഴിക്കേണ്ടി വരാത്തവരോ ആയി ആരും തന്നെ ഉണ്ടാകില്ല. മിക്കപ്പോഴും ദൈവത്തിനൊപ്പം ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും പ്രതിഷ്ഠിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ പവിത്രമായ ആ വിശ്വാസത്തിന് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ചില ദുഷ്ടശക്തികൾ നമുക്കിടയിൽ പ്രവർത്തിച്ചാലോ? ആതുര സേവനം എന്ന വാക്കിന്റെ മഹത്വം വിസ്മരിക്കപ്പെടുകയും പകരം മനുഷ്യജീവനുകളെ ലാഭക്കണ്ണോടെ മാത്രം കാണുന്ന ഒരു ബിസിനസ്സായി ആരോഗ്യരംഗം മാറുകയും ചെയ്താൽ എന്തുണ്ടാകും? മരുന്നു മാഫിയകളുടെ ഈ കുടില തന്ത്രങ്ങളെയും അണിയറ കഥകളെയും തുറന്നു കാട്ടുന്നതാണ് ഫാർമ എന്ന വെബ് സീരീസ്. അത്യന്തം ഗൗരവകരവും അലോസരപ്പെടുത്തുന്നതുമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് സീരീസ് വിരൽ ചൂണ്ടുന്നത്. കല എന്നത് കേവലം നേരം പോക്കിന് മാത്രമുള്ളതല്ല എന്ന സത്യത്തിന് കൂടിയാണ് ഈ സീരീസ് അടിവരയിടുന്നത്. സമൂഹത്തെ ബാധിക്കുന്ന വലിയൊരു വിഷയത്തെ വിനോദത്തിന്റെ മേമ്പടിയോടെ, എന്നാൽ ഗൗരവം ഒട്ടും ചോരാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ സംവിധായകൻ PR അരുണിന് സാധിച്ചിട്ടുണ്ട്. വിഷയത്തിന്റെ തീക്ഷ്ണത കൊണ്ട് ഒരു ഡോക്യുമെന്ററി ശൈലിയിലേക്ക് വഴുതിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും പ്രേക്ഷകരെ വൈകാരികമായി പിടിച്ചിരുത്തുന്ന മേക്കിംഗ് ശൈലിയാണ് ഈ സീരീസിന്റെ പ്രത്യേകത. 8 എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത്. 2008 ആരംഭിച്ച് 2026 അവസാനിക്കുന്ന രീതിയിലാണ് ഈ സീരീസിന്റെ ടൈം ലൈൻ മുന്നോട്ടു പോകുന്നത്. വലിയ ആദർശങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ലാത്ത തികച്ചും സാധാരണക്കാരനായ ഒരു യുവാവാണ് KP വിനോദ്. KP വിനോദായിട്ടാണ് ചിത്രത്തിൽ നിവിൻ പോളി വേഷമിട്ടിരിക്കുന്നത്. പ്രാരാബ്ധങ്ങൾ നിറഞ്ഞ തന്റെ കുടുംബം പുലർത്താനും അമ്മയുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനുമായി അയാൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലിയിൽ പ്രവേശിക്കുന്നു. തന്റെ കരിയറിലെ പുതിയ അധ്യായം തുടങ്ങാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന വിനോദിന് കമ്പനിയിലെ സീനിയർ ഉദ്യോഗസ്ഥനായ അലക്സ് ജോലിയുടെ സ്വഭാവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നീട് ഫാർമസ്യൂട്ടിക്കൽ ബിസിനസിന്റെ ചൂഷണങ്ങളും ക്രൂരതകളും തിരിച്ചറിയുന്ന വിനോദ് അവർക്കെതിരെ നിൽക്കുന്നതാണ് കഥാസാരം എന്ന് പറയുന്നത്. നിവിൻ പോളിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം എന്ന് തന്നെ നമ്മൾക്ക് വിനോദിനെ സൂചിപ്പിക്കാൻ സാധിക്കും. ഫാർമയുടെ മറ്റൊരു വിജയം എന്ന് പറയുന്നത് അതിന്റെ തിരക്കഥ തന്നെയാണ്. 2 വർഷത്തോളം ഫാർമ ഫീൽഡിൽ ജോലി ചെയ്ത അനുഭവ പരിചയമുള്ള സംവിധായകൻ PR അരുൺ ആ മേഖലയിലെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും വളരെ സത്യസന്ധമായി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഡോക്യുമെന്ററി പോലെ വിരസമാകാത്ത ഒരു ത്രില്ലർ സ്വഭാവത്തോടെ അവതരിപ്പിക്കുന്നതിലും സംവിധായകൻ വിജയിച്ചിരിക്കുന്നു. മരുന്നുകൾക്കോ ഡോക്ടർമാർക്കോ എതിരല്ല ഈ സീരീസ്, മറിച്ച് വൈദ്യശാസ്ത്രത്തിന്റെ ലാഭം കൊയ്യാനുള്ള ഒരു കച്ചവട തന്ത്രമായി കാണുന്ന കോർപ്പറേറ്റ് മാഫിയകൾക്കെതിരെയുള്ള വിരൽ ചൂണ്ടലാണ്. ഫാർമ കേവലം ഒരു വെബ് സീരീസ് മാത്രമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ ഒരു വലിയ മാഫിയക്കെതിരെയുള്ള ശബ്ദമുയർത്തൽ കൂടിയാണ്. കലയെ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള ഒരു ആയുധമായി എങ്ങനെ മാറ്റാം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ വെബ് സീരീസ്. മനുഷ്യത്വവും കച്ചവടവും തമ്മിലുള്ള യുദ്ധമാണ് ഫാർമ. മലയാളത്തിലെ വെബ് സീരീസ് ചരിത്രത്തിൽ പ്രമേയപരമായും അവതരണ ശൈലിയിലും ഇതൊരു പുതിയ വഴിത്തിരിവാണെന്ന് പറയാതെ വയ്യ. എല്ലാവരും കാണുക, അഭിപ്രായം രേഖപ്പെടുത്തുക.